ഹലോ, നമ്മൾ ചാപ്റ്റർ 3 എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ 3 നീം. നീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? വേപ്പ് മരത്തിനാണ് നീം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും നീം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പോയമാണ്. പോയം വായിച്ച് അർത്ഥം നോക്കാം. ലഹരാത്ത ബൽഗാത്ത നീം, ദിൻഭർ ഹസ്ത ഗാത്ത നീം, चिड़िया कौवा तोता सबसे अपना नेह जताता नीम, नहीं डॉक्टर फिर भी देखो कितने रोग भगाता नीम, चले प्रदूषित वायु कभी तो उसको शुद्ध बनाता नीम, कड़वे तन में मन को मीठा रखना हमें सिखाता नीम, हवा चले तो झूम झूम के सबका मन बहलाता नीम, लेता नहीं किसी से कुछ भी पर कितना दे जाता नीम. ലഹരാത്ത ബൽഗാത്ത നീം. നീം ലീവ്സ് കാറ്റിലങ്ങനെ ആടി ഉലഞ്ഞ് ദിൻഭർ ദിവസം മുഴുവൻ, ഫുൾ ഡേ, ഓൾ ഡേ. ഹസ്ത ഗാത്ത നീം. ഹസ്ത എന്ന് പറഞ്ഞാൽ ചിരിക്കുക, പുഞ്ചിരിക്കുക. ഗാത്ത എന്ന് പറഞ്ഞാൽ പാട്ടുപാടുക. അപ്പോ all day it smiles and sings joyfully. चिड़िया कौवा തോത്ത सबसे, ചിടിയ സ്മോൾ സ്പാരോ അല്ലെങ്കിൽ ചെറിയ കിളികൾക്കാണ് ചിടിയ എന്ന് പറയാ. കൗവ ക്രോ, തോത്ത പാരറ്റ് എല്ലാ പക്ഷികൾക്കും, അപ്ന നേഹ് സ്വന്തം സ്നേഹം, നേഹ് എന്ന് പറഞ്ഞ അഫെക്ഷൻ, ജതാത്ത നീം എല്ലാരോടും നീം നന്നായി അഫെക്ഷൻ കാണിക്കും. It shows its love to everyone. नहीं डॉक्टर फिर भी देखो, നീം ഒരു ഡോക്ടർ ഒന്നും അല്ല. ഫിർ ബി സ്റ്റിൽ ദേക്കോ സി കിത്തനെ രോഗ് ഭഗാത്ത നീം. രോഗ് എന്ന് പറഞ്ഞാൽ ഡിസീസസ്. അപ്പോ ഇറ്റ്സ് നോട്ട് എ ഡോക്ടർ യെറ്റ് സി ഹൗ മെനി ഡിസീസസ് ഇറ്റ് ഡ്രൈവ്സ് അവേ. ചലേ പ്രദൂഷിത് വായു കബീത്തോ. പ്രദൂഷിത് വായു അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ. വായു എന്ന് പറഞ്ഞാൽ എയർ ആണ്. എപ്പോഴെങ്കിലും എയർ പൊല്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ഉസ്കോ ശുദ്ധ ബനാത്ത നീം, അതിനെ ശുദ്ധമാക്കുന്നു അല്ലെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു നീം. ഈവൻ വെൻ ദ എയർ ഇസ് പൊല്യൂട്ടഡ് ദ നീം പ്യൂരിഫൈസ് ഇറ്റ്. കടുവേ തന്മേ മൻ കോ മീട്ട രഖ്ന ഹമേ സിഖാത്ത നീം. നീം നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പാഠം? കടുവേ തന്മേ മൻ കോ മീട്ട. നീം കയ്പുള്ള ഒരു പ്ലാന്റ് ആണല്ലേ. അങ്ങനെയുള്ള കയ്പുള്ള ശരീരത്തിലും എത്രയെത്ര കാര്യങ്ങളാ, നല്ല നല്ല കാര്യങ്ങളാ നീം ചെയ്യുന്നത്. പല അസുഖങ്ങൾ മാറ്റുന്നു, എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നു. നമ്മൾക്കും നമ്മൾ എത്ര മോശപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും, നമ്മൾ എത്ര വിഷമിച്ചിരിക്കുന്ന സമയങ്ങളാണെങ്കിലും നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാനും നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ട് എല്ലാവരോടും പെരുമാറാനും പഠിപ്പിക്കുന്നു നീം. The neem teaches us to stay calm and sweet from within. हवा चले तो झूम झूम के सबका मन बहलाता നീം. കാറ്റടിക്കുന്ന സമയത്ത് ആടി ഉലഞ്ഞ് സബ്കാ മൻ എല്ലാവരുടെയും മനസ്സിൽ ബഹലാത്ത നീം. അപ്പൊ കാറ്റിൽ അങ്ങനെ ആടി ഉലഞ്ഞ് എല്ലാരെയും മനസ്സ് ഹാപ്പി ആക്കി വെക്കും നീം. ലേത്താ നഹി കിസി സെ കുച്ച് ഭി. നീമിന് ആരെടുത്തുനിന്നും ഒന്നും വേണ്ട. ലേത്താ നഹി എന്ന് പറഞ്ഞാൽ അതൊന്നും എടുക്കില്ല മറ്റുള്ളവരെടുത്തുനിന്ന്. പർ but kitna de jata neem. It takes nothing from anyone, yet it gives us so much. മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു കവിതയാണ്. ഇതിന്റെ ഓരോ വാക്കുകളുടെയും മീനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കിയാലോ. ലഹരാത്ത waving or fluttering. ബൽഖാത്ത twisting or swaying gracefully. Hasta gata, laughing and singing. Neh, affection or love. Jadata, shows or expresses. Rog, disease or illness. Bhagata, drives away. അതായത് ഓടിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക, അങ്ങനത്തെ മീനിങ് ഉണ്ട് ബഗാത്ത. പ്രദൂഷിത് പൊല്യൂട്ടഡ്, വായു എയർ. പ്രദൂഷിത് വായു എന്ന് പറഞ്ഞ പൊല്യൂട്ടഡ് എയർ.
ശുദ്ധ, പ്യുവർ ഓർ ക്ലീൻ. പൊല്യൂട്ടഡ് എയറിനെ ശുദ്ധമാക്കുക, ക്ലീൻ ആക്കുക, പ്യൂരിഫൈ ചെയ്യുക. കഡ്വേ, ബിറ്റർ. മീട്ട, സ്വീറ്റ്. സിഖാത്ത, ടീച്ചസ്. ജൂം ജൂം കെ, swaying joyfully. ബഹലാത്ത, entertains അല്ലെങ്കിൽ refreshes the mind. ദേ ജാത്ത, gives away. ലേത്ത നഹി, takes nothing. അപ്പൊ ഈ വേർഡ്സിന്റെ ഒക്കെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പോയം ഒന്നുകൂടി പാടി നോക്കുക. അപ്പൊ ഇതിന്റെ എക്സസൈസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. 4th സ്റ്റാൻഡേർഡിൽ എത്തിയില്ലേ, വലിയ കുട്ടികളായില്ലേ, അപ്പൊ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ചെയ്യുക, നമുക്ക് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിന്റെ എൻഡിൽ ഒരു ചെറിയ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബാത്തി ബാത്തി കി പത്തിയാം. പത്തിയാം എന്ന് പറഞ്ഞാൽ ലീവ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്. പലതരം ലീവ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പത്തിയാം കൈ പ്രകാർ കി ഹോത്തി ഹേ. പലതരത്തിലുള്ള ഇലകൾ ഉണ്ടാകും. അതായത് ലീവ്സ് കം ഇൻ മെനി ഡിഫറെന്റ് ഫോംസ്. കുച്ച് ചോട്ടി തോ കുച്ച് ബടി. ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറുത്, ബടി എന്ന് പറഞ്ഞാൽ വലുത്. ചില ഇലകൾ ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. Some are small while others are big. കുച്ച് ഗോൽ और കുച്ച് പക്ഷി കെ പങ്ക് ജൈസി. ചിലത് റൗണ്ട്, ഗോൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ്. ചില ഇലകൾ റൗണ്ട് ആയിട്ടാണ് ഉണ്ടാവുക, എന്നാൽ ചിലത് പക്ഷി കെ പങ്ക്, പക്ഷികളുടെ ചിറകുകൾ പോലെയാണ് ഉണ്ടാവുന്നത്. ഹാത്തികാൻ പോദ, അതായത് ജയന്റ് എലിഫന്റ് ഇയർ കൊലോക്കേഷ്യ. കൊലോക്കേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചേമ്പ്. ഇവിടെ കണ്ടോ ചേമ്പിന്റെ ഇല, ഇതുപോലെയുള്ള പ്ലാന്റിനാണ് ഹാത്തികാൻ പൗധ എന്ന് പറയുന്നത്. അരവി കാ ഏക് പ്രകാർ ഹേ. അരവി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. അതും ചേമ്പൊക്കെ പോലെയുള്ള ടാരോ റൂട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന്റെ വിഭാഗത്തിൽ പെട്ടതാണ് ഹാത്തികാൻ പൗധ. ഏക് പ്രകാർ ഹേ. इसके पत्ते 6 फीट तक लंबे होते हैं, यानी अधिकतर मनुष्यों से लंबा. ഈ ഒരു പ്ലാന്റിന്റെ ചെറിയ ചെറിയ ഇലകൾ ഉണ്ടാവും, എന്നാൽ ഈ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ചില ഇലകൾ വളരെ വലുതായിരിക്കും. 6 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 6 ഫീറ്റ്. ഒരു ആവറേജ് നല്ല ഹൈറ്റ് ഉള്ള ഒരാളുടെ ഹൈറ്റ് 6 ഫീറ്റ് ആയിരിക്കും. അപ്പൊ അതിനേക്കാളും വലിയ ഇലയായിരിക്കും ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുക. इमली की पत्तियां इतनी छोटी होती है कि हमारी छोटी उंगली के नाखून को भी नहीं ढांक सकती. Tamarind leaves are so small that they can't even cover the nail of our little finger. ഈ ഒരു ടാമറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയിലകൾ. ഇത് കണ്ടോ, ഇതാണ് ടാമറിൻ ലീവ്സ്. ഇതിന്റെ ഒരു ഇല നുള്ളിയെടുത്തിട്ട് നമ്മുടെ നഖത്തിന്റെ മുകളിൽ വെച്ചു കഴിഞ്ഞാൽ ഇത് ആ നഖത്തിനേക്കാളും ചെറുതായിരിക്കും. ഉംഗ്ലിക്ക് നാക്കൂൻ എന്ന് പറഞ്ഞാൽ വിരലിന്റെ നഖമാണ്. അപ്പൊ അതിനേക്കാളും ചെറുത്, അതിനെ കവർ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും ചെറുതായിരിക്കും. പപ്പീത്തേക്ക് പത്തിയ താരേക്ക് ആകാർക്കി ഹോത്തി ഹേ. പപ്പീത്തെ എന്ന് പറഞ്ഞാൽ പപ്പായ ആണ്. പപ്പായ ലീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താരെ സ്റ്റാർസ് ആണ്. അപ്പൊ പപ്പായ ലീവ്സ് ആർ ഷേപ്ഡ് ലൈക്ക് സ്റ്റാർസ്. And people की पत्तियां मनुष्य की हृदय के आकार की होती है. പീപ്പൽ എന്ന് പറഞ്ഞാൽ ആൽമരമാണ്. പീപ്പൽ ലീവ്സ്, ദേ ആർ ഷേപ്ഡ് ലൈക്ക് ദ ഹ്യൂമൻ ഹാർട്ട്. ഇതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ് ആയിരിക്കും. എന്താണ് പീപ്പൽ ലീഫ്. നാരിയൽ കി പത്തിയാ കാഗസി പങ്കെ ജൈസെ ദിക്തി ഹേ. കാഗസി എന്ന് പറഞ്ഞ പേപ്പർ കൊണ്ടുണ്ടാക്കിയ, പങ്കെ എന്ന് പറഞ്ഞ ഫാൻ. അപ്പോ നാരിയൽ, നാരിയൽ എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ ഇലകളാണ്, തെങ്ങോലകള്. കാഗസി പങ്കെ ജൈസി ദിക്തി ഹേ, പേപ്പർ ഫാൻസ് പോലെ ഉണ്ടാകും കാണാൻ. സേമൽ കി പത്തിയാ ഹാത്ത് കെ പഞ്ചെ കി തര ഹോത്തി ഹേ. സേമൽ എന്ന് പറഞ്ഞ പ്ലാന്റ്, ഒരു മലയാളത്തിൽ അതിന് ഇലവെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അത് ഹാത്ത് കെ പഞ്ചേക്ക് തര ഹോത്തി ഹേ. നമ്മുടെ കൈ വിടർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഉണ്ടാവുന്നത്. കച്നാർ കി പത്തിയ ഊട്ട് കെ പേരോം കി തര ഹോത്തി ഹേ.
കച്ചനാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മന്ദാരപ്പൂ എന്നൊക്കെ പറയും. ഇതാണ് ആ ഒരു ചെടിയുടെ ഇലയുടെ ഷേപ്പ്. ഇത് ഊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമൽ. ക്യാമലിന്റെ കാലുകളുടേത് പോലെയുള്ള ഷേപ്പാണ് ഉണ്ടാവുന്നത്. നാഗ്ഫണി കി പത്തിയാം, അടുത്ത ചെടിയാണ് നാഗ്ഫണി. नागफनी की पत्तियां नुकीली और काटेदार होती है. നാഗ്ഫണി എന്ന് പറഞ്ഞാൽ കാക്ടസ്. ഇവിടെ കണ്ടില്ലേ, ഈ കാക്ടസിനാണ് നാഗ്ഫണി എന്ന് പറയുന്നത്. അതിന്റെ ഇലകൾ നുക്കീലി ഓർ കാട്ടേദാർ, അത് നിറയെ മുള്ളുകൾ നിറഞ്ഞിട്ട് കുത്തുന്നതും അല്ലെങ്കിൽ മുറിവ് പറ്റുന്നതും ഒക്കെ പോലെയാണ് ഉണ്ടാവുന്നത്. അത് വളരെ ഷാർപ്പും തോണിയുമായിരിക്കും. इन पौधों को कम पानी की आवश्यकता होती है. കാക്ടസിന് വളരെ കുറച്ച് വെള്ളം മതി ജീവിക്കാൻ. केले के पत्ते इतने बड़े होते हैं कि इनका उपयोग थाली की तरह किया जाता है. കേലെ, ബനാന ലീവ്സ്. കേലയുടെ ഇലകൾ എന്ന് പറഞ്ഞാൽ ബനാന ലീവ്സ് ആണ്, വാഴ ഇലകൾ. അത് ഇത്തിനെ ബഡേ ഹോത്തേ ഹേ കി, അതായത് വളരെ വലുതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ थाली की तरह, പ്ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. आप भी अपने आसपास के पेड़ पौधों की पत्तियों को देखिए और उनके आकारों के बारे में जानिए. ഇപ്പൊ ഈ പോർഷനിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ ചെടികളും ഇലകളും ഒക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാകും അല്ലെ? നിങ്ങൾ ചെന്നിട്ട് ഓരോരോ പ്ലാന്റിനെയായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ലീവ്സ് പല ഫോംസില്, പല ഷേപ്പില്, പല തരത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മള് हाथी कान पौधा, इमली की पत्तियां, पपीते के पत्तियां, पीपल की पत्तियां, പിന്നെ नारियल की पत्तियां, सेमल की पत्तियां, कचनार की पत्तियां, नागफणी के पत्तियां, केले के पत्ते, അങ്ങനെ പലതരം ഇലകളെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചുറ്റുവട്ടത്ത് പോയി നിങ്ങളുടെ ചുറ്റുമുള്ള ഇലകളെ പറ്റി പഠിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലകളും അതിന്റെ പ്രത്യേകതകളും മനസ്സിലാക്കുക. ഓരോ വേർഡ്സിന്റെയും മീനിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കാം. ബാന്തി ബാന്തി, ഡിഫറെന്റ് ടൈപ്സ്. പത്തിയാം, ലീവ്സ്. പങ്ക്, ഫെദർ ഓർ വിങ്. ഹാത്തി കാൻ പൗധ, നമ്മൾ പറഞ്ഞു ചേമ്പിന്റെ ഇലകളാണ്. ജയൻ കൊളക്കേഷ്യ. അരവി, അപ്പൊ ഹാത്തി കാൻ പൗധ അരവിയുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതാണ് ടാരോ റൂട്ട്, ഒരു പ്ലാന്റ് ആണ്. അധിക്തർ, മോസ്റ്റ്ലി, മെജോറിറ്റി. ഇംലി, ടാമറിൻ, പുളി. നാഖൂൻ, നെയിൽ. പപീത്ത, പപ്പായ. ആകാർ, ഷേപ്പ്. ഹൃദയ്, ആർട്ട്. കാഗജി, കാഗജി പേപ്പർലി, ലൈക്ക് എ പേപ്പർ, പേപ്പർ കൊണ്ടുള്ള പങ്ക, പേപ്പർ ഫാൻ, പങ്ക ഫാൻ. സേമൽ, സിൽക്ക് കോട്ടൺ ട്രീ, സേമൽ പ്ലാന്റ്. ഹതേലി, പാം. ഓണ്ട്, ക്യാമൽ. നുക്കീലി, പോയിന്റഡ്, ഷാർപ്പ്. കട്ടേദാർ, തോണി. ആവശ്യകത, നീഡ്, റിക്വയർമെന്റ്. ഥാലി, പ്ലേറ്റ്. ആസ്പാസ്, നിയർ ബൈ അല്ലെങ്കിൽ സറൗണ്ടിങ്സ്. പേഡ് പോധേ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ വായിച്ചു നോക്കുക, ഇതിന്റെ മീനിങ്സ് മനസ്സിലാക്കുക. അതിനുശേഷം ഒന്നുകൂടി ആ തന്നിരിക്കുന്നത് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അർത്ഥം മനസ്സിലാവും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.